ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ നമുക്ക് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള എനർജി എങ്ങനെയാണെന്നുള്ളത് അറിയാം. പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസിൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 6 of Wands, 3 of Swords, Hierophant, 5 of Swords, King of Swords, Strength, 8 of Wands, Sun, Princess of Cups, King of Wands, Judgment, Knight of Cups, 4 of Swords, Moon, High Priestess, 9 of Pentacles, 3 of Pentacles and 9 of Swords. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മേജർ ഇവൻറ്റ്സിലൂടെ കടന്നു പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടേത്. കാരണം ഇതിനകത്ത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ നല്ല രീതിയിൽ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവാം. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരു വിക്ടിം എനർജിയിലൂടെ അല്ലെങ്കിൽ കുറച്ചൊരു സഫറിങ്സിലൂടെ ഈ റിലേഷൻഷിപ്പിൽ കടന്നു പോകാനുള്ള, അല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതിനുള്ളൊരു സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ പലവർക്കും പല വ്യക്തികളായിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. ചിലർക്ക് അതൊരു റിലേഷൻഷിപ്പായിരിക്കും, ചിലർക്ക് ഫാമിലിയിലുള്ള വ്യക്തിയായിരിക്കാം, മുതിർന്നൊരു പേഴ്സൺ, ഫാമിലിയിലുള്ള അച്ഛനമ്മ അങ്ങനെയുള്ളവർ ആവാറുണ്ട്. ചിലർക്ക് എക്സ് ആയിരിക്കാം, ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സണേക്കാൾ കുറച്ചും കൂടി കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. ചിലപ്പോൾ ഏജ് വൈസ് ഇവരെക്കാളും മെച്ചുറായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ അല്ലെങ്കിൽ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതിൽ ഇവരെക്കാളും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. മാത്രമല്ല കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള എനർജി. അതോടൊപ്പം തന്നെ ആ ഒരു വളരെ ഒരു എന്താ പറയുന്നൊരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ കാണുന്നവരുടെ കണ്ണിൽ ഇവർ വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും അത്രയും ഇൻവോൾവ് ചെയ്യുന്നതാണ്, ഭയങ്കര സ്നേഹത്തോടെ പോകുന്നു എന്നൊക്കെ തോന്നാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആ ഒരു ബന്ധം എങ്ങനെ പോകുന്നു എന്നുള്ളത് പുറമേ നിന്ന് നോക്കി കാണുന്നവരുടെ മനസ്സിൽ ഈ ഒരു തരത്തിലായിരിക്കും കാര്യങ്ങൾ അനുഭവപ്പെടുക. കാരണം ഇവിടെ തീർച്ചയായിട്ടും ഒരു മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഒരു ഫാമിലിയിലേക്കുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആണെന്നൊക്കെ കാണിക്കാനുള്ളൊരു പെടാപ്പാടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതായത് പുറമേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ളൊരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന ഇൻസിഡൻസ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഗതി കാണാം. മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ പല തീരുമാനങ്ങളും എടുക്കുന്നത്. അതായത് അവർ ചിലപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യം അറിയാമെങ്കിൽ അത് വേണ്ട എന്ന് കർക്കശമായിട്ട് പറയാനുള്ളൊരു അധികാരമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പെട്ടുപോയതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ.
അപ്പോൾ അതിൻ്റേതായിട്ടൊക്കെയുള്ള ആ ഒരു എനർജി നമുക്കിവിടെ വളരെ ശക്തമായിട്ട് കാണാം. അതായത് സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് മറ്റൊരാളെ നിയന്ത്രിച്ച് നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു ഉപദേശം തരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതായത് പുറമേ നിന്ന് കേൾക്കുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഇവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പെരുമാറുന്നൊരു പേഴ്സണാണ്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇൻറ്റൻഷൻ വേറെയാണ്. കാരണം ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട്, എല്ലാം തൻ്റെ പരിധിക്കകത്ത് വേണം എന്ന് വിചാരിക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയാണ്. എല്ലാം എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങണം, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ഈ ഒരു ബന്ധം മുന്നോട്ട് പോകേണ്ടത്. അവർ തമ്മിൽ എങ്ങനെയുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു അധികാരത്തിൻ്റെ സ്വരം നമുക്ക് അവിടെ നല്ലതുപോലെ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അതിപ്പോൾ എന്ത് ബന്ധം ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലവർ ഫ്രണ്ട്ഷിപ്പിലകത്ത് ഒരാൾ ചിലപ്പോൾ മികച്ച് നിൽക്കാറുണ്ട്. ചിലതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പാണ്, പ്രണയിക്കുന്നവരാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരാളുടെ ഒരു മേൽക്കോയ്മ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ തുടങ്ങും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു, അല്ലെങ്കിൽ അവരെ ഒരു കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പിരിമുറുക്കം തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും നമുക്ക് കാണാം. അതായത് എന്ത് കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പിടിവാശിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയില്ല എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയായിരിക്കണം. കാര്യങ്ങൾ അത്ര ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയെ അല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കുറച്ചൊരു കാർക്കശ്യമുള്ളൊരു പേഴ്സണാണ്. ഒരു വര വരച്ചവിടെ നിൽക്കാൻ പറഞ്ഞ് നിൽക്കണം എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അത് സഹിച്ച് ജീവിച്ചു പോകുന്ന ഒരവസ്ഥ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അവിടെ ഒതുങ്ങിക്കൂടുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പ്ലീസ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ശ്രമം കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ ഇതിനകത്ത് ആ ഒരു വിക്ടിം എനർജി നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വിക്ടിം മൈൻഡ് സെറ്റിലായിരിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ അവരുടെ ഒരു ഉത്തരവാദിത്തം കൂടി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിവർത്തിയില്ല എന്നുണ്ടെങ്കിലും സഹിച്ചേ മതിയാവൂ എന്നുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നതും ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി മാറി മാറി പോകുന്നൊരു സംഗതി ഇതിനകത്ത് ഉണ്ടാവും. അതായത് കുറച്ചധികം സ്ട്രഗിള് വിഷമഘട്ടത്തിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരവസ്ഥയിലൂടെ പോകുമ്പോൾ പിന്നീട് ചിലപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ മാറുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മേജർ ഡിസിഷൻസൊക്കെ ഒരു പക്ഷേ തേർഡ് പാർട്ടി എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കൊണ്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വാങ്ങി വെക്കൽ. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു അടിവരയിട്ട് ഉറപ്പിക്കുക എന്ന് നമ്മൾ പറയില്ലേ. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ അല്ലാത്ത, ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഷുവർറ്റി വാങ്ങി വെക്കലുണ്ട്. അല്ലെങ്കിൽ അതിനൊന്നും കൂടി ഉറപ്പിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ചിലവർ അതിൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രഹസ്യമായിട്ട് താലി കെട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അതൊന്നും കൂടി അത് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു റിലേഷൻഷിപ്പിനകത്തും കാണാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ്. ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടിക്ക് അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവാം, ഈ വ്യക്തി എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അകന്ന് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ അകന്ന് പോവാതിരിക്കാനുള്ള ഒരു ശ്രമവും തയ്യാറെടുപ്പൊക്കെ ആയിരിക്കാം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. സഡനായിട്ട് ആക്ഷൻ എടുപ്പിക്കുന്ന രീതിയിലുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇൻറ്റിമസിയിലേക്ക് വരുന്നൊരു എനർജി. അപ്പോൾ നമ്മൾ നേരത്തെ റോയിൽ കണ്ടിരിക്കുന്ന എനർജീസൊക്കെ വളരെ സ്റ്റബേണായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കടുംപിടുത്തം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള എനർജി ഉണ്ട്, ഡൊമിനേറ്റിംഗ് ഉണ്ട്. എങ്കിൽ പോലും കുറച്ചൊരു ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒന്നും കൂടി പ്ലീസ് ചെയ്യിപ്പിക്കുന്നൊരു എനർജീസ് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ കൂടുതൽ മുറുകി വരുമ്പോൾ ഇവർ നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താനായിട്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നും കൂടി ഒരു ബലപ്പെടുത്തി വെക്കുന്ന ഒരു എനർജിയൊക്കെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ കുറച്ച് കാർക്കശ്യത്തോടെ പറയുന്ന ഒരു കാര്യം കുറച്ചൊരു സമാധാനത്തിൽ വേണമെങ്കിൽ പറയാം. നമ്മൾ ദേഷ്യപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നതും അത് തന്നെ മയത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു ചേഞ്ച് നമുക്കവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്ന ഒരു സംഗതിയാണ്. കുറച്ചും കൂടി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ്.
അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ആ ഒരു ശ്രമമൊക്കെ നമുക്ക് കാണാം. പക്ഷേ എങ്കിലും നമ്മൾ പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് വീണ്ടും ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് തന്നെ പോകുന്നൊരു സിറ്റുവേഷനാണ്. കാരണം ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ജെന്യുവനായിട്ട് അല്ല അത് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു വ്യക്തി ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ അവർ വളരെ ജെന്യുവനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിയായാലും തെറ്റായാലും അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ ഫേക്കായിട്ട് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻറ്റൻഷനോടുകൂടി മനസ്സിനുള്ള വെച്ചതുകൊണ്ട് തന്നെ ഒരു ഫേക്കായിട്ട് അഭിനയിച്ചു പോകുന്നൊരവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഈ പറഞ്ഞൊരു മൗഢ്യം അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ, കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പരസ്പരം ആ ഒരു ഹോണസ്റ്റി ഇല്ല. തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണസ്റ്റി ഇല്ലാത്തൊരു അവസ്ഥ കാണാം. എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആകെ മൊത്തം ഒരു പുകമറയ്ക്കകത്ത് നിൽക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ അത്ര ആക്റ്റീവ് അല്ലാത്ത ആ ഒരു എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു സംഗതിയാണ്. അതായത് അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ അകറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നല്ല രീതിയിലുള്ള അകൽച്ച അവിടെ വന്നു എന്നുള്ളത് നമുക്ക് വളരെ എവിഡൻ്റായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ സ്വന്തം കാര്യം നോക്കാനുള്ള ആ ഒരു ശ്രമം, അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും കാര്യങ്ങളിലായിരിക്കും അവർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് സഹിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ക്ഷമിച്ച് നിൽക്കുക, ഇവരുടെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു ശ്രമത്തിൽ നിന്നെല്ലാം പുറത്തേക്ക് കടക്കാനുള്ള ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. എങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഈ പേഴ്സൻ്റെ ലൈഫിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. കുറച്ചൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ടത്തെ അത്രയും ഈ പേഴ്സണെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ആ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്കത് വളരെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് മാനസികമായിട്ട് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് കുറച്ചൊരു സഫറിങ്സ് കൊടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവരെ കുറച്ചൊരു സ്ട്രഗിളിലാക്കുന്ന കാര്യമായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു സുതാര്യത ആ ബന്ധത്തിന് ഇപ്പോൾ ഇല്ല. ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവർ ചോദിക്കുന്നതിന് പലതും കള്ളമായിരിക്കാം പറയുന്നത്. ആ വ്യക്തി ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ യഥാർത്ഥ ഇൻറ്റൻഷനോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഒരു ഹിഡൻ അജണ്ട വെച്ച് പോകുന്നൊരവസ്ഥയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു നിഗൂഢത ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും വളരെ ഒരു മാനസിക ബുദ്ധിമുട്ടോടുകൂടി ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള എനർജി എന്താണ് എന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു അകൽച്ച വന്നു എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞല്ലോ. ഓൾറെഡി ഒരു അടുപ്പത്തിലായിരുന്നെങ്കിലും വീണ്ടും അകൽച്ചയിലേക്ക് വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ട് അടുത്തിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ, അതറിയില്ല, നമുക്ക് നോക്കാം. Queen of Pentacles, 3 of Pentacles, 5 of Pentacles, 4 of Swords, 4 of Wands, 8 of Cups and Ace of Wands. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഒരു മിസ്സിങ് ഫീലിംഗ്, സങ്കടം, നഷ്ടബോധം ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരൊരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നോ കോൺടാക്റ്റിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ടാണ് അവർ ഇത്രയേറെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ഒരു വിഷമത്തിലും സങ്കടത്തിനൊക്കെ റീസണായിട്ട് വരുന്നത്.
ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ അത്രയും സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈവെള്ളയെ വെച്ച് കൊണ്ട് നടക്കുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ട് നിങ്ങളും അകൽച്ചയിലായിരിക്കാം. ഈ പറഞ്ഞ പോലെ ഒരു അവരുടെ മനസ്സിലുള്ളത് എന്താണോ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സമയത്ത് ഈ പേഴ്സൺ ഡ്രാഗ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അത് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ള സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ വരുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു ഹോംലി ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളുണ്ടെങ്കിലായിരിക്കാം ഒരു പക്ഷേ ആ പേഴ്സൺ വളരെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് കഴിയും. നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി ആയിട്ടുള്ള സ്പ്രെഡ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ആ റിലേഷൻഷിപ്പ് തുടരുന്നുണ്ടെങ്കിൽ പോലും അവരതിനകത്ത് ഹാപ്പി അല്ല, അല്ലെങ്കിൽ അത് അവരൊരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒറ്റപ്പെടലും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളില്ലാത്തതിൻ്റെ ഒരു ശൂന്യത, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കെയർ ചെയ്ത് കൊണ്ട് നടന്ന ഒരു പേഴ്സൺ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സഫറിങ്സും ഈ വ്യക്തിയിലുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എന്താണോ അവർ നിലവിൽ ബുദ്ധിമുട്ടിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ ഒരു പുതിയ തുടക്കം കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ നമുക്കിപ്പോൾ ഈ പേഴ്സണിൽ കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക, അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങോടുകൂടി മുന്നോട്ട് പോകാമെന്ന് നമ്മൾ പറയില്ല, എന്ന് പറഞ്ഞതുപോലെ പോകാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പേഴ്സൺ അതിൽ നിന്ന് ഇറങ്ങി വരണം എന്നുള്ളൊരു ചിന്താഗതി മനസ്സിനകത്തുള്ളത്. ഒരു പക്ഷേ അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് കിടക്കുകയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതും വൈകിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എനർജി അവരെ വീഴ്ത്താൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഉള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ്, സ്ട്രോങ് റീയൂണിയൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിനെല്ലാം ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ സ്ട്രോങ് റീയൂണിയനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, മനസ്സറിഞ്ഞ് ഇതിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് മാത്രമല്ല, തേർഡ് പാർട്ടീനെ ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിനകത്തുണ്ട്. അതും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പേഴ്സണാണ്. ചില സ്പ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനായിട്ടുള്ള വലിയ ഉദ്ദേശമൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ആഗ്രഹമില്ലാത്ത വ്യക്തികളുണ്ട്. പക്ഷേ ഇവിടെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.